അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. നമ്മൾ JJ ആക്റ്റാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത്. ഇന്ന് JJ ആക്റ്റിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏത് സെക്ഷനിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 27 സബ്സെക്ഷൻ 1. അപ്പോൾ സെക്ഷൻ 27 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, 27 ആണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കണം, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 27 അപ്പോൾ സെക്ഷൻ 27(1) എന്ത് പറഞ്ഞിരിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഫോർ എവറി ഡിസ്ട്രിക്ട്, ഒരു സ്റ്റേറ്റിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഫോർ എവറി ഡിസ്ട്രിക്ട് 1 or more ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഒന്നോ അതിലധികമോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ എത്രയാണ് പോപ്പുലേഷൻ്റെ അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ 1 or 2 ഒക്കെ വെൽഫെയർ കമ്മിറ്റി ഉണ്ടാകാം. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, അതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് വെച്ചാൽ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 27(1) പ്രകാരം ഒരു സ്റ്റേറ്റിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 1 or അതിലധികമോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓരോ സ്റ്റേറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ചൈൽഡ്, സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയിട്ടുണ്ട്, ഫോർ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ കുട്ടികളെ 2 രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനും ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോയും ഈ JJ ആക്റ്റിൽ. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആർക്ക് വേണ്ടിയിട്ടാണ്? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഇനി ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സിന് എന്ത് കൊടുക്കണം? ഇൻഡക്ഷൻ ട്രെയിനിങ്ങും സെൻസിറ്റേഷൻ പ്രോഗ്രാമും കൊടുക്കണം. എത്ര നാൾക്കുള്ളിൽ? ഈ ബൈ നോട്ടിഫിക്കേഷൻ ആണല്ലോ നമ്മളിത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസത്തിനുള്ളിൽ, വിത്തിൻ 2 monthsനുള്ളിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങും സെൻസിറ്റൈസേഷനും കൊടുത്തിരിക്കണം അതിൻ്റെ മെമ്പേഴ്സിനെന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 27 സബ്സെക്ഷൻ 1 പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഡിസ്ട്രിക്റ്റിലും 1 or അതിലധികമോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്റ്റേറ്റാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബൈ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് ഈ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതിലുള്ള മെമ്പേഴ്സിനൊക്കെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങും സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമും എത്ര നാൾക്കുള്ളിൽ കൊടുക്കണം? ഈ നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസത്തിനുള്ളിൽ ഇവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ആർക്ക് വേണ്ടിയിട്ടാണ്? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹൂ ഈസ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ? ആരാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ? എ ചൈൽഡ് ഹൂ ഈസ് ഫൗണ്ട് വിത്തൗട്ട് എനി ഹോം, വീടില്ലാത്ത കുട്ടികൾ, ഓർ സെറ്റിൽഡ് പ്ലേസ് ഓഫ് അഡോപ്റ്റ് ആൻഡ് വിത്തൗട്ട് എനി ഒബ്സ്റ്റെൻസിബിൾ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്. അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കുട്ടിക്ക് ഒരു വീടില്ല, പ്ലേസ് ഓഫ് അഡോപ്റ്റ് ഇല്ല, താമസ സ്ഥലമില്ല, വിത്തൗട്ട് എനി ഒസ്റ്റെൻസിബിൾ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്, അതായത് ബേസിക് ആയിട്ടുള്ള സർവൈവലിനും വേണ്ടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കുട്ടീനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. രണ്ടാമത് പറയുന്നു, ഹു ഈസ് ഫൗണ്ട് വർക്കിംഗ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 2 പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഓക്കെ, ലേബർ ലോസ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ആൻഡ് ഇസ് ഫൗണ്ട് ബെഗിങ് ഓർ ലിവിങ് ഓൺ ദ സ്ട്രീറ്റ്. അപ്പോൾ ഈ കുട്ടി എന്തെങ്കിലും ജോലിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടി, ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ വഴിയോരങ്ങളിൽ ബെഗിങ് അല്ലെങ്കിൽ സ്ട്രീറ്റിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഹൂ റിസൈഡ്സ് വിത്ത് എ പേഴ്സൺ. അപ്പം എങ്ങനെയാണ്? വെദർ എ ഗാർഡിയൻ ഓഫ് ദ ചൈൽഡ് ഓർ നോട്ട്. ഇപ്പം ഈ ഒരാളുടെ കൂടെ താമസിക്കണം. ആളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയുന്നത്? ഹാസ് ഇൻജുവേർഡ്, എക്സ്പ്ലോയിറ്റഡ്, അബ്യൂസ്ഡ് ഓർ നെഗ്ലക്റ്റഡ് ദ ചൈൽഡ്. ഇപ്പോൾ ഈ കുട്ടീനെ
ഇഞ്ചർ ചെയ്യപ്പെടുകയോ എക്സ്പ്ലോട്ട് ചെയ്യുകയോ അബ്യൂസൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ തന്നെയാണ് ഈ കുട്ടി താമസിക്കുന്നതെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എന്താണ് പറയുന്നത്? ആ കുട്ടീനെ നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഹാസ് വയലേറ്റഡ് എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് എൻഫോഴ്സ്മെൻറ്റ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്. അപ്പോൾ കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആളുടെ കൂടെയാണോ ഈ കുട്ടി താമസിക്കുന്നത്, ആ കുട്ടീനെ നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ആൻഡ് വേറൊരു വ്യക്തിയുടെ കൂടെ താമസിക്കുകയാണ് ഹൂ ഹാസ് ത്രെറ്റൻ ടു കിൽ, ഇഞ്ചർ, എക്സ്പ്ലോയിറ്റ് ഓർ അബ്യൂസ് ദ ചൈൽഡ്. ഇങ്ങനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ത്രെട്ടൺ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, കുട്ടീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും അബ്യൂസ് ചെയ്യും എന്നൊക്കെ ത്രെട്ടൺ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്ന കുട്ടീനെ നമ്മൾക്ക് എന്ത് പറയാം? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ആൻഡ് ദെയർ ഈസ് എ റീസണബിൾ ലൈക്ലിഹുഡ് ഓഫ് ദ ത്രെഡ് ബീങ് ക്യാരിഡ് ഔട്ട്. ത്രെട്ട് പറഞ്ഞിട്ടുണ്ട്, കൊല്ലും, ഞാൻ ഇവളെ കൊല്ലും, അല്ലെങ്കിൽ ഇവളെ ഞാൻ തല്ലും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക സാഹചര്യവുമുണ്ട്. ഇത് ഈ ഒരു ഒഫൻസ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടീനെയും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാ പറയാം. ആൻഡ് വേറെ ലിവിങ് വിത്ത് അനദർ പേഴ്സൺ ഹൂ ഹാസ് കിൽഡ്, അബ്യൂസ്ഡ്, നെഗ്ലക്റ്റഡ് ഓർ എക്സ്പ്ലോയിറ്റഡ് സം അതർ ചൈൽഡ്. ഈ കുട്ടീനെ അല്ല, വേറൊരു കുട്ടീനെ ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആൻഡ് ദർ ഈസ് എ റീസണബിൾ ലൈക്ലിഹുഡ് ഓഫ് ദ ചൈൽഡ് ഇൻ ക്വസ്റ്റ്യൻ ബീങ് കിൽഡ്. ഇപ്പോഴത്തെ ഈ കുഞ്ഞിനെ ചിലപ്പം കൊല്ലാനായിട്ട് സാധ്യതയുണ്ട്. ഓൾറെഡി വേറൊരു കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇനി ഈ കുട്ടീനെ ഉപദ്രവിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഒക്കെ സാധ്യതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെയും ഈ കുട്ടി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എന്താ പറയുക? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാ പറയാം. അടുത്തത് ഹൂ ഈസ് mentally ill or mentally or physically challenged or suffering from terminal or incurable disease, having no one to support, to look after, or having parents or guardians unfit to take care if found so by the board or the committee. അപ്പോൾ ഈ ജൂനൈൽ ജസ്റ്റിസ് ബോർഡോ കമ്മിറ്റിയോ കണ്ടുപിടിക്കുകയാണ് ഈ പറയുന്നത് പോലെ ഈ കുട്ടി മെൻ്റലി ഇല്ലാണ് അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആണ്, അതിന് നോക്കാൻ ആരില്ല, കുഞ്ഞിനെ നോക്കാനായിട്ട് ആരില്ല. ഇനി പാരൻസ് ഉണ്ട്, പക്ഷേ പാരൻസും അൺഫിറ്റാണ്, അവരും മെൻ്റലി ഇല്ലാണോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവർ സിംറ്റമാറ്റിക് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ ഈ കുട്ടീനെ നമ്മൾ എന്താ പറയുക? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അടുത്തത് എ ചൈൽഡ് ഹു ഹാസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ആൻഡ് സച്ച് പാരന്റ് ഓർ ഗാർഡിയൻ ഈസ് ഫൗണ്ട് ടു ബി അൺഫിറ്റ് ഓർ അൺകപ്പാസിറ്റേറ്റഡ് ബൈ ദ കമ്മിറ്റി ഓർ ദ ബോർഡ് ടു ടേക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ട് ദ സേഫ്റ്റി ആൻഡ് വെൽബീങ് ഓഫ് ദി ചൈൽഡ്. അപ്പം ഇവിടെ ഒരു പാരൻ്റ്, ഒരു ഗാർഡിയന് ഉണ്ട്. ആ ഗാർഡിയനെ എന്താണ് ഈ കമ്മിറ്റിയും ബോർഡും ഒക്കെ അന്വേഷിക്കുമ്പോൾ അവർക്ക് എന്താണ് അൺഫിറ്റാണ്, അല്ലെങ്കിൽ ഈ കുട്ടീനെ നോക്കാനുള്ളൊരു കേപ്പബിലിറ്റി അവർക്കില്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല എന്ന് കമ്മിറ്റിക്കും ബോർഡിനും തോന്നിയിട്ടുള്ള കുട്ടികൾ ഏതൊക്കെയാണോ അവരെയും എന്താണ് തോന്നിയിട്ടുണ്ടല്ലോ, അവരെ ഫൗണ്ട് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചു, ഇങ്ങനെ ഈ കുട്ടീനെ നോക്കാനായിട്ട് അവർക്ക് പറ്റില്ല, അൺഫിറ്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാ പറയാം. ഹു ഡസ് നോട്ട് ഹാവ് പാരൻസ്, എന്താ മക്കളില്ല എന്നല്ല, പാരൻസ് ഇല്ല, ഓക്കെ. ആൻഡ് നോ വൺ ഈസ് വില്ലിങ് ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ഈ കുട്ടീനെ നോക്കാനായിട്ട് ആർക്കും തന്നെ എന്തില്ല, താല്പര്യമില്ല, ഓക്കെ. ആൻഡ് പ്രൊട്ടക്ടർ ഹൂ ഈസ് അബാൻഡൻ ആൻഡ് സറണ്ടേഡ്, അങ്ങനെയുള്ള കുട്ടികളെ ആരും നോക്കാനില്ലാണ്ട് വരുമ്പോൾ അവരെയും നമ്മളെന്താ പറയുക? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാ പറയുക. അടുത്തത് ഹൂ ഈസ് മിസ്സിങ് ഓർ റൺ അവേ ചൈൽഡ്, എവിടെന്നെങ്കിലുമൊക്കെ എന്താ പറയുക വീട് വിട്ട് ഓടി വന്നിട്ടുള്ള കുട്ടികൾ. ഓർ ഹൂസ് പാരൻസ് കനോട്ട് ബി ഫൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് റീസണബിൾ ഇൻക്വയറി. അപ്പോൾ ഈ കുട്ടീനെ കിട്ടി, ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ട് പക്ഷേ ഇതുവരെയായിട്ട് അതിൻ്റെ പാരൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കുട്ടീനും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. എ ചൈൽഡ് ഹൂ ഹാസ് ബീൻ or being or is likely to be abused, tortured or exploited for the purpose of sexual abuse അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കുട്ടീനെയും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. എ ചൈൽഡ് ഹൂ ഈസ് ഫൗണ്ട് വൾണറബിൾ ആൻഡ് ഇൻഡക്റ്റഡ് ഇൻ ടു ഡ്രഗ് അബ്യൂസ് ഓർ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടീനെ എന്താണ് വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഡ്രഗ് അബ്യൂസോ അല്ലെങ്കിൽ അവരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയാം. അടുത്തത് എ ചൈൽഡ് ഹൂ ഈസ് ബീയിങ് ഓർ ലൈക്ലി ടു ബി അബ്യൂസ്ഡ് ഫോർ അൺകോൺഷ്യബിൾ ഗെയിൻസ് അല്ലേ. അപ്പം ഇപ്പോൾ കുട്ടീനെ വിൽക്കുക അല്ലേ, അല്ലെങ്കിൽ ആ കുട്ടീനെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗെയിൻ കിട്ടും, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെയും നമ്മൾ എന്താ പറയുക? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. ഹു ഈസ് എ വിക്ടിം ഓഫ് ഓർ അഫക്റ്റഡ് ബൈ എനി ആംഡ് കോൺഫ്ലിക്റ്റ്, സിവിൽ അൺറസ്റ്റ്, നാച്ചുറൽ കലാമിറ്റിയിലൊക്കെ വിക്ടിമായിട്ടുള്ള കുട്ടികളെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഹു
who is at imminent risk of marriage before attaining the age of marriage and whose parents, family members, guardian and any other persons are likely to be responsible for solemnization of such marriage. അപ്പോൾ ഈ 18 വയസ്സിന് മുന്നേ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഈ ഫാമിലി ശ്രമിക്കുന്ന ആ കുഞ്ഞിനെയും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ ഏതാ പറയുന്നത്, സെക്ഷൻ 27(2) ആണ് പറയുന്നത്. സെക്ഷൻ 27(2) എന്താണ് പറയുന്നത്, ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും, അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം, നിർബന്ധമായിട്ടും സ്ത്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു വ്യക്തി കുട്ടികളുടെ മാറ്റേഴ്സ് കൺസേണിങ് ചിൽഡ്രനിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, ഇനി മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ പേഴ്സൺ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഓർ വെൽഫെയർ ആക്ടിവിറ്റീസ് പെർട്ടൈനിങ് ടു ചിൽഡ്രൻ. അപ്പോൾ ഇദ്ദേഹം ഈ മെമ്പർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരാളായിരിക്കണം. ഫോർ അറ്റ്ലീസ്റ്റ് 7 years 7 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഓർ ഈസ് എ പ്രാക്ടീസിങ് പ്രൊഫഷണൽ വിത്ത് എ ഡിഗ്രി ഇൻ ചൈൽഡ് സൈക്കോളജി, സൈക്യാട്രി, ലോ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഓർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഇതിലേതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി ഉള്ള ആളായിരിക്കണം. ഹൂ മൈറ്റ് ബി പ്രാക്ടീസിങ് പ്രൊഫഷണൽ. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് തീരുമാനിക്കുന്നത്, മെമ്പറായിട്ട് എടുക്കുന്നത്. ഒരു ആദ്യം പറയുന്ന 7 വർഷത്തോളം കുട്ടികളുടെ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണൽ ആയിരിക്കണം വിത്ത് ഡിഗ്രി ഇൻ ചൈൽഡ് സൈക്കോളജി ആയിരിക്കാം, സൈക്യാട്രി, ലോ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഓർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ മാത്രമേ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, no person shall be appointed for a period of more than 3 years. 3 വർഷത്തേക്കാണ്. 3 വർഷത്തിൽ കൂടുതൽ ഒരാൾക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പറാകാൻ പറ്റില്ല. ഇനി no person shall be appointed as a member unless he possesses such other qualification as may be prescribed. അപ്പോൾ ഈ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ മാത്രമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 27 പറയുന്ന കുറേ കാര്യങ്ങൾ, ഇവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്താ പറയാൻ പോകുന്നത്, ഇവിടെ പറയുന്നു എന്താണ്, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിവ്യൂ നടത്തണം അല്ലേ. അതെന്താ പറയുന്നത്, സെക്ഷൻ 27(8) പറയുന്നു ആരാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ക്വാർട്ടർലി റിവ്യൂ നടത്തുക. അങ്ങനെ ക്വാർട്ടർലി റിവ്യൂ നടത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ കമ്മിറ്റി എന്ത് ചെയ്യണം, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു, ക്വാർട്ടർലി റിവ്യൂ നടത്തുന്നു. ഏതാ, സെക്ഷൻ 27(8) ആണ് പറയുന്നത്. അപ്പോൾ 27(8) പ്രകാരം ക്വാർട്ടർലി റിവ്യൂ ബൈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അതിന് മുന്നേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC എന്ത് ചെയ്യണം, റിപ്പോർട്ട് കൊടുക്കണം മജിസ്ട്രേറ്റിന് കേട്ടോ. അപ്പോൾ അതും കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഈ സെക്ഷൻ 27(9) എന്താ പറയുന്നത്, കമ്മിറ്റി ഷാൽ ഫങ്ഷൻ ആസ് എ ബെഞ്ച് and shall have the powers conferred by the Code of Criminal Procedure 1973 on a metropolitan magistrate or as the case may be a judicial magistrate of first class. അപ്പോൾ അവരുടെ പൊസിഷനാണ് പറയുന്നത്, കമ്മിറ്റി ഒരു ബെഞ്ചായിട്ട് വർക്ക് ചെയ്യണം. ഷാൽ ഹാവ് ദ പവേഴ്സ് കൺഫേർഡ് ബൈ ദി ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസിൻ്റെ പവേഴ്സാണ് കൺഫർ ചെയ്തിരിക്കുന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 27(10) സെക്ഷൻ 27(10) എന്താ പറയുന്നത്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ആരായിട്ടാണ് കണ്ടിരിക്കുന്നത്, ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കുട്ടി ഇതുമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അവർക്ക് ഈ പറയുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുക്കും, അതായത് ഇത് ശരിക്കും എന്താ പറയുക, ഒരു പ്രൊസീഡിങ്സ് നടത്തേണ്ട ഒരു കേസാണോ അല്ലയോ എന്നുള്ള ആ ഒരു കോഗ്നിസൻസ് അതെടുക്കുന്നത് ആരാണ്, ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമ്മൾക്ക് എവിടെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് നമ്മളതിനെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി
ടെർമിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഇവരെ എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം? ടെർമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ്. ഗവൺമെൻറ് മേ ആഫ്റ്റർ മേക്കിംഗ് ആൻ എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഇവരെ ടെർമിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഹി ഹാസ് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് മിസ്യൂസ് ഓഫ് പവർ വെസ്റ്റഡ് ഓൺ ഹിം അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം അവർക്ക് കൊടുത്തിട്ടുള്ള പവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർ ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് എൻ ഒഫൻസ് ഇൻവോൾവിംഗ് moral turpitude and such conviction has not been reversed, or he has not been granted full pardon in respect of such offense. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വ്യക്തിനെ ഒരു ഒഫൻസിൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അയാൾ കുറ്റക്കാരനായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനത്തെ കേസിലാണ്? എന്താ പറയുക, മോറലി തെറ്റായിട്ടുള്ളൊരു കാര്യത്തിന് അദ്ദേഹത്തിന് കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ പാഠം കിട്ടിയിട്ടില്ല, ആ ഒരു ഒഫൻസിന് അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടാനാണ് സാധ്യത, അദ്ദേഹത്തിന് എന്താണ് പാർഡൺ ചെയ്ത് വിട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസിൽ അദ്ദേഹം അതിൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്യാം. ഹി ഫെയിൽസ് ടു അറ്റൻഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്മിറ്റി കോൺസിക്യൂട്ടീവ്ലി ഫോർ 3 months വിത്തൗട്ട് എനി വാലിഡ് റീസൺ, ഓർ ഹി ഫെയിൽസ് ടു അറ്റൻഡ് ലെസ് ദാൻ 3/4 ഓഫ് ദ സിറ്റിംഗ് ഇൻ എ ഇയർ. എന്താ പറയുന്നത്, ഇദ്ദേഹം ഒരു കാരണമില്ലാണ്ട് 3 മാസത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓർ ഹി ഫെയിൽസ് ടു അറ്റൻഡ് ലെസ് ദാൻ 3/4 ഓഫ് ദ സിറ്റിംഗ് ഇൻ എ ഇയർ. ഒരു ഇയറിലെ 3/4 സിറ്റിംഗ് ഇദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല. ലെസ് ദാൻ 3/4 ഓഫ് ദി സിറ്റിങ്സ് ഇൻ ദി ഇയർ. ഹി ഫെയിൽസ് ടു അറ്റൻഡ് ലെസ് ദാൻ 3/4 ഓഫ് ദി സിറ്റിങ്സ് ഇൻ ദി ഇയർ. അപ്പം ഈ 3/4 എന്താണ് സിറ്റിങ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോഴും ഇദ്ദേഹത്തിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു കമ്മിറ്റിയാണ്. കമ്മിറ്റി എപ്പോഴാണ് കൂടേണ്ടത്, എങ്ങനെയാണ് കൂടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്ഷൻ 28 ആണ് പറയുന്നത്. സെക്ഷൻ 28(1) പറയുന്നു ഇവർ എത്ര തവണ കൂടണം. മീറ്റ് അറ്റ്ലീസ്റ്റ് 20 days ഇൻ എ മന്ത്. 20 ദിവസം, ഒരു മാസത്തിൽ 20 ദിവസമെങ്കിലും ഇവർ കമ്മിറ്റി കൂടിയിരിക്കണം. സെക്ഷൻ 28A പറയുന്നു എ വിസിറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനിങ്, അതിൻ്റെ വെൽബീയിങ് എങ്ങനെയാണ്, കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിസിറ്റ് ഇവർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ബി കൺസിഡേർഡ് ആസ് എ സിറ്റിംഗ്. അതൊരു സിറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മളോട് ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എ വിസിറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദ കമ്മിറ്റി എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് എ സിറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഒരു വിസിറ്റൊക്കെ ചെയ്യുന്നത് ഇപ്പം എന്തായിട്ട് കൂട്ടാൻ പറ്റും, സിറ്റിംഗ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയും. അങ്ങനെ ആയി പോകരുത്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എന്താണ്, ഒരു സ്ഥലത്ത് ഒരു ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യുന്നതിനെയും എന്തായിട്ടാണ് കണക്കാക്കുന്നത്, സിറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി സെക്ഷൻ 28(3) എന്താ പറയണേന്ന് നോക്കാം. എ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ മേ ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഫോർ ബീയിങ് പ്ലേസ്ഡ് ഇൻ എ ചിൽഡ്രൻസ് ഹോം ഓർ ഫിറ്റ് പേഴ്സൺ വെൻ ദ കമ്മിറ്റി ഈസ് നോട്ട് ഇൻ സെഷൻ. സെഷനിൽ ഇല്ലാത്ത സമയത്ത് ഒരു കുട്ടീനെ നമ്മൾക്ക് ഒരു എവിടെയാണ് ചിൽഡ്രൻ ഹോമിൽ കൊണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ഇൻഡിവിജ്വൽ മെമ്പർ, ഈ കമ്മിറ്റിയിലെ ഒരു മെമ്പറിൻ്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം കുട്ടീനെ എന്തിലോട്ട് കൊണ്ടുപോകാൻ, ചിൽഡ്രൻ ഹോമിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ. ഇനി ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണ്. സെക്ഷൻ 28(4) ആണ് കേട്ടോ. സെക്ഷൻ 28(4) പറയുന്നത് എന്താണ്, ഈ മെമ്പേഴ്സ് തമ്മിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, മെജോറിറ്റിയുടെ ഒപ്പീനിയനാണ് ഷാൽ പ്രിവെയിൽ. മെജോറിറ്റിയുടെ ഒപ്പീനിയനാണ് എടുക്കുക. ഇനി അങ്ങനൊരു മെജോറിറ്റി ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനൊരു മെജോറിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ എന്താണോ തീരുമാനിക്കുക അതാണ് ഇവിടെ തീരുമാനമായിട്ട് വരിക. അപ്പോൾ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും ഉള്ളിടത്ത് ഇവർ തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുമ്പോൾ അതിൽ ആരാണ് എന്താണ് തീരുമാനം എടുക്കുക, മെജോറിറ്റി എന്താണോ പറയുന്നത് അതാണ് തീരുമാനം എടുക്കുക. ഒരു മെജോറിറ്റി ഒപ്പീനിയൻ നമുക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല, രണ്ട് പേരാണ്, 2 പേര് ഒരു സൈഡിൽ 2 പേര് മറ്റേ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അവിടെ ആരാ തീരുമാനം എടുക്കുക, ചെയർപേഴ്സണാണ് തീരുമാനം എടുക്കുന്നത്. ഓക്കെ. ഇനി സെക്ഷൻ 28(5) എന്താ പറയുന്നത്, നോ ഓർഡർ മെയ്ഡ് ബൈ കമ്മിറ്റി ഷാൽ ബി ഇൻവാലിഡ് ബൈ റീസൺ ഓൺലി ഓഫ് ദ ആബ്സെൻസ് ഓഫ് എനി മെമ്പർ. അപ്പോൾ ഈ പ്രൊസീഡിങ്സിൽ ഇന്ന ആൾ ആബ്സെൻ്റ് ആയിരുന്നു, ഈ മെമ്പർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കമ്മിറ്റി കമ്മിറ്റി കൊടുക്കുന്ന ആ ഓർഡറിന് വാലിഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരാൾ ആബ്സെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയുടെ ഓർഡറിനെ ഇൻവാലിഡ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കമ്മിറ്റിയുടെ
ഓർഡർ വാലിഡ് ആണ്. ഓക്കെ, ദർ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 3 members. ഇങ്ങനെ പറയുമ്പോഴും പറയുന്നൊരു കാര്യം എന്താണ്, ഫൈനൽ ഡിസ്പോസലിൻ്റെ സമയത്ത് മിനിമം 3 members എങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണ് ആ ഓർഡറിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്, സെക്ഷൻ 28(5) പറയുന്നു എന്താണ്, ഈ ഒരു ഓർഡർ കമ്മിറ്റി തന്നിരിക്കുന്ന ഓർഡർ ഇൻവാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്, ഈ ഇന്നയാൾ ആബ്സെൻ്റ് ആയിരുന്നു, ഈ മെമ്പർ ഉണ്ടായിരുന്നില്ല ഈ ഡിസിഷൻ എടുത്തപ്പോൾ, അതുകൊണ്ട് ഈ ഓർഡർ ഇൻവാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. എന്ന് പറയുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, ഒരു ഓർഡർ ഇറക്കുമ്പോൾ ആ സമയത്ത് മിനിമം എത്ര പേരുണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 3 members പ്രസൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് സെക്ഷൻ 28(5) പറയുന്നത്. ഇനി പവേഴ്സ് ഓഫ് ദ കമ്മിറ്റിക്ക് എന്ത് പവേഴ്സാണ് ഉള്ളത്? ഡിസ്പോസ് ഓഫ് ദ കേസസ് ഫോർ ദി കെയർ, പ്രൊട്ടക്ഷൻ, ട്രീറ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദി ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആസ് വെൽ ആസ് ടു പ്രൊവൈഡ് ദെയർ ബേസിക് നീഡ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ, ട്രീറ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ എല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ കമ്മിറ്റിക്കാണ്. അതുപോലെ തന്നെ അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സേഫ്റ്റി അല്ലെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ പവറാണ്. പവർ ടു ഡീൽ എക്സ്ക്ലൂസീവ്ലി വിത്ത് ഓൾ റിലേറ്റിംഗ് ടു ചിൽഡ്രൻ, ഓൾ കേസസ് റിലേറ്റിംഗ് ടു ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ദ പെർട്ടിക്കുലർ ഏരിയ. ഇപ്പം എറണാകുളത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ള എല്ലാ കേസുകളും ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും ചെല്ലേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. ഏത് സ്ഥലത്തേക്കാണോ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, കേസുകൾ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി കമ്മിറ്റി എന്ന് നോക്കാം. സെക്ഷൻ 30 ആണ് പറയുന്നത്. ആദ്യം പറയുന്നു ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻഡ് റിസീവിങ് ദ ചിൽഡ്രൻ പ്രൊഡ്യൂസ് ബിഫോർ ഇറ്റ്. അപ്പോൾ എന്താണ്, ഈ കുട്ടീനെ ടേക്കിംഗ് കോഗ്നിസൻസ്, ഇങ്ങനെ ഒരു പ്രൊസീഡിങ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കുട്ടിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തത് കണ്ടക്ടിങ് ഇൻക്വയറി ഓൺ ഓൾ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ആൻഡ് അഫക്റ്റിംഗ് ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദി ചിൽഡ്രൻ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ കുട്ടീനെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇൻക്വയറി, കുട്ടിക്ക് ഇവിടെ അവസ്ഥ എന്താണ്, അതിൻ്റെ സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എൻക്വയറി ചെയ്യാന്നുള്ളത് ഒരു ഫങ്ഷനാണ്. ഡയറക്റ്റിംഗ് ദി ചൈൽഡ് വെൽഫെയർ ഓഫീസേഴ്സ് ഓർ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഓർ DCPO ഓർ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ടു കണ്ടക്ട് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്മിറ്റ് റിപ്പോർട്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആരോടൊക്കെ പറയാം, ചൈൽഡ് വെൽഫെയർ ഓഫീസേഴ്സ്, പ്രൊബേഷൻ ഓഫീസേഴ്സ്, DCPO അതിലെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ കാവലൊക്കെ പറയില്ലേ, കാവൽ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു NGO ഏറ്റെടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അവരോട് പറയാണ് ഇങ്ങനൊരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് തരാൻ പറയുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യണത് ആരാണ്, നമ്മളുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അവരോട് പറയുന്നത് ഇങ്ങനൊരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. കണ്ടക്ട് ഇൻ ഇൻക്വയറി ഫോർ ഡിക്ലെയറിംഗ് ഫിറ്റ് പേഴ്സൺ ഫോർ കെയർ ഓഫ് ചിൽഡ്രൻ ആൻഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ വ്യക്തി, ഈ പാരൻ്റ്, ഇപ്പോൾ ഈ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പാരൻ്റ് ഫിറ്റാണോ അല്ലയോ, അത് അവർക്ക് ഒരു ഗാർഡിയൻ ഈ കുട്ടീനെ നോക്കാനുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻക്വയറി നടത്തുന്നത് ഇവരാണ്. CWC ആണ്. ഡയറക്റ്റിംഗ് പ്ലേസ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ ഫോസ്റ്റർ കെയറിലുള്ള കുട്ടികളുടെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട് അത് ഡയറക്റ്റ് ചെയ്യുന്നു. എൻഷുറിംഗ് കെയർ, പ്രൊട്ടക്ഷൻ, അപ്രോപ്രിയേറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ബേസ്ഡ് ഓൺ ചൈൽഡ്സ് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ആൻഡ് പാസിംഗ് നെസസറി ഡയറക്ഷൻ ടു പാരൻസ് ഓർ ഗാർഡിയൻസ് ഓർ ഫിറ്റ് പേഴ്സൺസ് ഓർ ചിൽഡ്രൻസ് ഹോം ഫോർ ഓർ ഫിറ്റ് ഫെസിലിറ്റി ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ എന്താണ്, കുട്ടികളുടെ കെയർ, പ്രൊട്ടക്ഷൻ, അപ്രോപ്രിയേറ്റ് റീഹാബിലിറ്റേഷൻ എല്ലാം അത്. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ പ്ലാനാണ്. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രകാരം ഓരോ കുഞ്ഞിനും ഓരോ ഇൻഡിവിജ്വൽ കെയർ പ്ലാനാണുള്ളത്. അപ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽ കെയർ പ്ലാനിനനുസരിച്ചിട്ടും കാര്യങ്ങൾ നടത്തണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാമെന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ആൻഡ് നെസസറി ഡയറക്ഷൻസ് ആർക്കൊക്കെയാണ്, കുട്ടി പാരൻറ്റിൻ്റെ കൂടെ ആണെങ്കിൽ പാരൻറ്റിന്, ഗാർഡിയൻസിനാണെങ്കിൽ ഗാർഡിയൻസിന്, അല്ലെങ്കിൽ ഫിറ്റ് പേഴ്സൺസ്. ഇപ്പോൾ ഇന്ന ആളുടെ കൂടെ ഈ കുട്ടീനെ വിടാം, അപ്പോൾ അവർ ഫിറ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് കോടതിയാണത് തീരുമാനിക്കുക. കോടതിയല്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ആ വ്യക്തിയോട് നമ്മൾക്ക് ഡയറക്റ്റ് ചെയ്യാം. ചിൽഡ്രൻസ് ഹോമിൽ താമസിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾക്ക് പറയാം. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ കുട്ടികളുടെ കെയർ, പ്രൊട്ടക്ഷനൊക്കെ
പ്രോപ്പറായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. സെലക്ടിങ് രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്ലേസ്മെൻറ്റ് ഓഫ് ഈച്ച് ചൈൽഡ് റിക്വയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് വേണം, അത് അവർക്ക് ഇപ്പം എന്താ പറയുക വീട്ടിൽ താമസിക്കുന്നത് സേഫ് അല്ല എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് മാറ്റണമല്ലോ. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? CWCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ബേസ്ഡ് ഓൺ ദി ചൈൽഡ്സ് ഏജ്, ജെൻഡർ, ഡിസബിലിറ്റി, നീഡ്സ് ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ ജനിച്ചൊരു കുഞ്ഞിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവനെ വഴിയിൽ ഉപേക്ഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എവിടെയാണ് ആ കുഞ്ഞിനെ അവൻ്റെ പ്രായത്തിനനുസരിച്ച് അവന് ഏത് ഇങ്ങനെ ഓരോ ഭവനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിർമ്മല ഭവനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങോട്ടേക്കാണ് ആ കുട്ടീനെ വിടേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളുടെ CWC ആണ്. ഇനി കണ്ടക്ടിങ് അറ്റ്ലീസ്റ്റ് 2 inspection visits per month of residential facilities for children in need of care and protection and recommending action for improvement and quality of services to the DCPU and state government. അപ്പോൾ എന്താണ് ഇവിടെ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് 2 inspection visit per month. റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, കുട്ടികൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് അവിടെ എങ്ങനെയാണ് അവിടെ ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് റെക്കമെൻഡിങ് ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി സർവീസസ് ടു ദി DCPU ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും DCPUക്കും എന്ത് ചെയ്യണം? റെക്കമെൻഡ് ചെയ്യണം. ഈ ആക്ഷൻ എന്താണ്, ഇംപ്രൂവ്മെൻറ്റിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് DCPUവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാം? റെക്കമെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ്? സർട്ടിഫൈയിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി surrender deed by the parents and ensuring that they are given time to reconsider their decision as well as making all efforts to keep the family together. അപ്പോൾ ഇവിടെ പറയുന്ന സറണ്ടർ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പേരൻസിന് അവർക്ക് എന്ത് നോക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഈ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടീനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ സറണ്ടർ ചെയ്യാം. അപ്പം ഈ കുട്ടീനെ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫൈങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ സറണ്ടർ ഡീഡ് ബൈ ദി പാരൻസ് ആൻഡ് എൻഷുറിങ് ദാറ്റ് ദേ ആർ ഗിവൺ ടൈം ടു റീകൺസിഡർ ദെയർ ഡിസിഷൻ. കുട്ടീനെ സറണ്ടർ ചെയ്ത ഉടനെ തന്നെ ഇങ്ങോട്ട് മേടിക്കുകയല്ല ചെയ്യേണ്ടത്, അവർക്ക് സമയം കൊടുക്കുക. ഇനി ആ കുട്ടിക്ക് അവരെ എന്താ പറയുക ഫാമിലിക്ക് അവർ എന്ത് ചെയ്യാനായിട്ട് കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ മാക്സിമം അതിന് വേണ്ടിയിട്ട് എല്ലാ എഫേർട്സ് എടുക്കുക എന്നുള്ളതാണ് ആര് ചെയ്യേണ്ടത്? CWC ചെയ്യേണ്ടത്. അപ്പോൾ സറണ്ടർ ഡീഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കാനായിട്ട് അവർക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ നമുക്ക് CWCയിൽ എന്ത് ചെയ്യാം? നമുക്ക് സറണ്ടർ ചെയ്യാം. ഒരു സറണ്ടർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. Ensuring that all efforts are made for restoration of abandoned or lost children to their families following due process as may be prescribed. അപ്പോൾ എന്താണ്? ഒരു കുട്ടീനെ അബാൻഡൻ ചെയ്തോ കളഞ്ഞു കിട്ടിയിട്ടുള്ള കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവൻ എന്ത് ചെയ്യാം? റീസ്റ്റോർ ചെയ്യാനായിട്ട് അവൻ്റെ ഫാമിലിയിലോട്ട് തിരിച്ചെത്തിക്കാനായിട്ട് എല്ലാ എഫേർട്സും എടുക്കണം എന്ന് പറയുന്നത്. അത് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് CWCയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഡിക്ലറേഷൻ ഓഫ് ഓർഫൻ, അബാൻഡൻ, സറണ്ടേഡ് ചൈൽഡ് ആസ് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ആഫ്റ്റർ ഡ്യൂ ഇൻക്വയറി. അപ്പോൾ ഇൻക്വയറിയൊക്കെ നടത്തിയിട്ട് ഈ കുട്ടികൾക്ക് ഇനി അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരെ എന്താ പറയുക ഡിക്ലെയർ ചെയ്യുക. ഓർഫനായിട്ട്, അബാൻഡൻഡ് ആയിട്ട്, സറണ്ടേർഡ് ചൈൽഡായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത് CWC ആണ്. ഓക്കെ. ഇനി taking suo motu cognizance of cases and reaching out to children in need of care and protections who are not produced before the committee provided that such decision is taken by at least 3 members. ഇപ്പം എന്താണ്? അവർ ചില കുട്ടികളെ കമ്മിറ്റിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ കമ്മിറ്റി അറിയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കേസ് എടുക്കാം. കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു കേസുകളുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വന്തമായിട്ട് അവർക്ക് കേസ് എടുക്കാം. അങ്ങനെ കേസ് എടുക്കുമ്പോൾ എത്ര മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം? ഡിസിഷൻ എടുക്കുമ്പോൾ 3 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ കമ്മിറ്റിക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കണം. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്, കുട്ടീനെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് സ്വന്തമായിട്ട് അവർക്ക് കേസ് എടുക്കാമെന്ന് പറയുന്നത്. അതാണ് ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. Taking action for rehabilitation of sexually abused children who are reported as children in need of care and protection to the committee by special juvenile police unit or local police as the case may be. അപ്പം ഇവിടെ എന്താണ്? പോക്സോ കേസ് പ്രകാരം കുട്ടി സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഉള്ള ആക്ഷനും എടുക്കേണ്ടത് ആരാണ്? നമ്മളുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഡീലിംഗ് വിത്ത് കേസസ് റെഫേർഡ് ബൈ ബോർഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 17.
അപ്പോൾ സബ്സെക്ഷൻ 17(2) എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ പറയുക, ചൈൽഡ് നോട്ട് ഫൗണ്ട് ടു ബി കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. അതായത് കുട്ടീനെ JJBയുടെ മുന്നിൽ കൊണ്ടുവന്നു. JJBയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് JJB ആഫ്റ്റർ ഇൻക്വയറി അവർക്ക് മനസ്സിലാകാണ് ഈ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, ഈ കുട്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഈ JJB എന്ത് ചെയ്യാണ്, ആ കുട്ടീനെ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ മുന്നിൽ നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ JJB പറയുകയാണ് ഈ കുട്ടി ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കേസ് എങ്ങോട്ട് റെഫർ ചെയ്ത് വരികയാണ്. ആ കേസ് നേരെ വരുന്നത് വീണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോട്ടാണ്. ആ കേസുകളും ഡീൽ ചെയ്യേണ്ടത് ആരാണ്? CWC ആണ്. കോർഡിനേറ്റ് വിത്ത് പോലീസ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ ഏജൻസീസ് ഇൻവോൾവ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സപ്പോർട്ട് ഓഫ് DCPU, സ്റ്റേറ്റ് ഗവൺമെൻറ്. പോലീസ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഓഫൻസസ് നടക്കുന്നു, അല്ലെങ്കിൽ അത്തരം കുട്ടികളെ ഇപ്പം ചൈൽഡ് ലൈൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ചൈൽഡ് ലൈൻ പോലുള്ള ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഓക്കെ. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ, അതർ ഏജൻസീസിനെ പറഞ്ഞിട്ടുള്ളൂ. പോലീസ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, അതർ ഏജൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇൻ കേസ് ഓഫ് കംപ്ലൈൻറ്റ് ഓഫ് അബ്യൂസ് ഓഫ് എ ചൈൽഡ് ഇൻ എനി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ കമ്മിറ്റി ഷാൽ കണ്ടക്ട് ഇൻക്വയറി ആൻഡ് ഗീവ് ഡയറക്ഷൻ ടു ദി പോലീസ് ഓർ DCPU, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ചൈൽഡ് ലൈൻ സർവീസസ്. ഓക്കെ, അപ്പോൾ ചൈൽഡ് ലൈൻ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടീനെ അബ്യൂസ് ചെയ്യപ്പെടുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻക്വയറി നടത്തുകയും ആവശ്യപ്പെട്ട ഈ ഡയറക്ഷൻസ് ആർക്ക് കൊടുക്കണം? പോലീസ്, DCPU, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ചൈൽഡ് ലൈൻ സർവീസസ് അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഡയറക്ഷൻസും കൊടുക്കണം. ആക്സസിങ് അപ്രോപ്രിയേറ്റ് ലീഗൽ സർവീസസ് ഫോർ ചിൽഡ്രന് എന്തെങ്കിലും ഫ്രീ ലീഗൽ എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണം. സച്ച് അതർ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ മറ്റെന്തെങ്കിലും ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് DCPU അല്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവരെ ഫാമിലിയായിട്ട് റീയൂണൈറ്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം ലഭ്യമാക്കുക, അവർക്കൊരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക. ഇതെല്ലാം, അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവരുടെ ഒരു അതിനെന്താ പറയുക, ഇൻസ്പെക്ഷൻ നടത്തുക, എന്നിട്ട് അവിടെ ക്വാളിറ്റി സർവീസസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ എത്രത്തോളം വരുന്നുണ്ട്? 10, 15, 16, 17, 18ഓളം ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് ഇതൊന്ന് ശരിക്കും കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് പോവുക. CWCയുടെ ഇവിടെ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.